ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പിനും ശേഷമാണ് പോറ്റിയെ കോടതിയിൽ ഹാജരാക്കുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, എപ്പോഴായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുക? ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്തനംതിട്ടയിലേക്ക്, അത് റാന്നിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം തന്നെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. 14 ദിവസത്തെ റിമാൻഡ്, 13 ദിവസത്തെ കസ്റ്റഡി, അതിൻ്റെ കാലാവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മറ്റ് നടപടികളിലേക്കും ഒപ്പം തന്നെ കോടതിയിലടക്കം ഹാജരാക്കുന്ന നടപടിയിലേക്ക് SIT കടക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഈ 13 ദിവസങ്ങൾക്കുള്ളിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് SIT സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഇതിലടക്കം നിർണായകമായിട്ടുള്ള വിവരങ്ങൾ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ ദിവസങ്ങൾ കസ്റ്റഡിയിൽ വേണമെങ്കിൽ അത് കസ്റ്റഡി അപേക്ഷ അടക്കമുള്ള കാര്യങ്ങളിലുള്ള നടപടികൾ ഇന്ന് SIT സ്വീകരിക്കുകയും ചെയ്യും. നാളെ ഈ കേസുമായി അറസ്റ്റ് ചെയ്ത രണ്ടാം പ്രതി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു പ്രതി കൂടിയായിട്ടുള്ള മുരാരി ബാബുവിൻ്റെ കസ്റ്റഡി കാലാവധി കഴിയുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ഇരുവരെയും കൂടുതൽ തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനും വിധേയമാക്കുക, കൂടുതൽ ആളുകളിലേക്ക് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം എത്തിക്കുക എന്നുള്ളതാണ് SIT പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഇപ്പോൾ തുടരുകയും ചെയ്യുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള ചിലരുടെ പേരുവിവരങ്ങളടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് ലഭ്യമായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവെടുപ്പ്, മറ്റ് പരിശോധനകളടക്കം പൂർത്തിയാക്കിയിരുന്നു. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഓഫീസിലെത്തി തെളിവെടുപ്പ് പൂർത്തിയാക്കി. കൂടാതെ തന്നെ വെഞ്ഞാറമൂട്ടിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ തെളിവെടുപ്പും പരിശോധനയും നടന്നിരുന്നു. അവിടെ നിന്നും നിർണായകമായിട്ടുള്ള ചില രേഖകൾ ലഭ്യമായിട്ടുണ്ട്. ബംഗളൂരുവിലും ഹൈദരാബാദിലും അടക്കം പരിശോധനകൾ നടന്നു. അവിടെ നിന്നും ഈ കടത്തിയ സ്വർണം രൂപമാറ്റം സംഭവിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായും കണ്ടെത്താൻ SIT അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൂടി കണ്ടെത്താനുള്ള മറ്റു കൂടുതൽ ചോദ്യം ചെയ്യലുകൾ വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് കസ്റ്റഡിയിൽ നിന്ന് അല്ലെങ്കിൽ നിലവിൽ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണനെ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കും. ശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യതകളും സൂചനകളുമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നത്. പ്രധാനമായും കോടതിയിൽ SIT മുന്നോട്ട് വയ്ക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട ചില ഉന്നത ബന്ധങ്ങളുണ്ട്. ആ ഉന്നതരെ കണ്ടെത്തണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ തന്നെ വേണ്ടിവരും. കൂടുതൽ ചോദ്യം ചെയ്യലുകളും തെളിവെടുപ്പുകളുമൊക്കെ അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഈ കാണാതായ സ്വർണത്തിൻ്റെ ബാലൻസ് എവിടെയാണ് എന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ആർക്കൊക്കെ ഈ സ്വർണം കൈമാറി, ആരൊക്കെയാണ് ഇതിൻ്റെ ഇടപാടുകൾക്ക് നേരിട്ട് പങ്കെടുത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വേണം. ശബരിമലയിൽ എത്ര തവണ കൃത്യമായി ഗൂഢാലോചന നടത്തി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നത് എന്നുള്ള ഒരു പ്രാഥമികമായി സ്ഥിരീകരണം SITക്കുണ്ട്. അപ്പോൾ മറ്റാരെങ്കിലും അവിടെ ഇതിനുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുണ്ടോ, സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഉന്നതരുണ്ടോ എന്നതടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് SIT. അതുകൊണ്ട് തന്നെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം മറ്റ് നടപടികൾ SIT സ്വീകരിക്കുകയും ചെയ്യും. എന്തായാലും നിർണായകമായ അറസ്റ്റുകളടക്കം വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകൾക്കിടെയാണ് ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ ഹാജരാക്കാൻ ഒരുങ്ങുന്നത്. രാഖി, എന്തായാലും ശാലിനി, ഈ അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്തായാലും ഈ SIT അന്വേഷണം ഇപ്പോൾ ദേവസ്വം ബോർഡ് ഭാരവാഹികളിലേക്ക് നേരത്തെ തന്നെ നീണ്ടതാണ്. പക്ഷേ അല്പം കൂടി അതിനൊരു കടുപ്പം വരുന്നുണ്ട്. കൂടുതൽ ദേവസ്വം ഭാരവാഹികളിലേക്ക് അറസ്റ്റ് എത്തും എന്നുള്ള സൂചന കൂടി ഉണ്ടോ ശാലിനി? ആദ്യഘട്ടങ്ങളിൽ എഴുതി നിന്ന ഒരു അന്വേഷണമാണ് SITയുടെ. പിന്നീട് കോടതിയുടെ അടക്കം നിരീക്ഷണമുണ്ട്. ഒപ്പം തന്നെ റിപ്പോർട്ടടക്കം അവർക്ക് സമർപ്പിക്കണമെന്നുള്ള ഒരു സ്ഥിതി ഉള്ളതുകൊണ്ട് തന്നെ അന്വേഷണം ദ്രുതഗതിയിലാക്കുകയാണ്. ആദ്യ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച കോടതിക്ക് മുൻപാകെ SIT സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ നിർണായക വിവരങ്ങൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ മുരാരി ബാബുവിൻ്റെ പിൻഗാമിയായി അല്ലെങ്കിൽ മുരാരി ബാബുവിന് പിന്നാലെ കൂടുതൽ അറസ്റ്റുകൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. കാരണം ദേവസ്വം ബോർഡിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴിവിട്ട രീതിയിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്, വഴിവിട്ട സഹായങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് SITയുടെ സ്ഥിരീകരണം. അപ്പോൾ അവരാരൊക്കെയാണ് എന്ന് കണ്ടെത്താനുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനമായും ഈ ജോലിയിൽ നിന്ന് വിരമിച്ച ചില ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്നുള്ളൊരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ SITക്കുണ്ട്. അപ്പോൾ അതടക്കം പരിശോധിക്കുകയാണ് SIT. അതിനുശേഷം അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കൂടി അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് SIT കടക്കും. എന്തായാലും വരും ദിവസങ്ങൾ നിർണായകമായി
നിർണായകമാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം. കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുമെന്ന സൂചനകൾ കൂടിയാണ് ഈ മണിക്കൂറിൽ അതോടൊപ്പം തന്നെ ഈ ഗോവർദ്ധന്റെ പക്കൽ നിന്ന് കണ്ടെടുത്ത സ്വർണം അത് ഇപ്പോഴും ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുടേതാണ് എന്ന് സ്ഥിരീകരിക്കാൻ ആയിട്ടില്ല അല്ലേ? ഇത് സംബന്ധിച്ച് ശാസ്ത്രീയ പരിശോധനകൾ ഇനി നടക്കേണ്ടതും ഉണ്ട്. പ്രാഥമികമായുള്ള വിലയിരുത്തലുകൾ പറയൂ ശാലി. രാഖി, ഈ സ്വർണവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി പരിശോധനകൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. അതിലൊരു ശാസ്ത്രീയ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന സ്ഥിരീകരണം. പ്രത്യേകിച്ച് ഗോവർദ്ധന്റെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടുള്ള സ്വർണം അത് ഇത് തന്നെയാണോ എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തേണ്ടത്. പ്രത്യേകിച്ച് ശബരിമലയിൽ നിന്നും കടത്തിയത് ഏകദേശം 4 കിലോയിലധികം വരുന്ന സ്വർണ്ണമാണ്. അത് മുഴുവനുമായും ഗോവർദ്ധന്റെ ഭാഗത്തു നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അത് രൂപമാറ്റം സംഭവിച്ച് വേറെ ഏതെങ്കിലും തരത്തിൽ മറിച്ചു വിൽക്കുകയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. അതേസമയം തന്നെ ഈ കണ്ടെത്തിയ സ്വർണത്തിന്റെ ശാസ്ത്രീയ പരിശോധനകളടക്കം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും സ്വർണം ഗോവർദ്ധൻ വഴി ഗോവർദ്ധന്റെ കൈകളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അത് ബാറുകളാക്കി സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ ബാറുകളാക്കി സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം അത് തന്നെയാണോ എന്നുള്ളത് കണ്ടെത്താനുള്ള ശാസ്ത്രീയ പരിശോധനകളും അന്വേഷണവും നടത്തുകയാണ്. ഒപ്പം തന്നെ ഗോവർദ്ധനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പ്രത്യേകമായി പരിശോധിക്കുന്നുണ്ട്. ഒരു സ്പോൺസർ രൂപേണ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയായി ഒക്കെ ശബരിമലയിലുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തിയെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് SIT വിലയിരുത്തുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിൻ്റെയും ഒക്കെ ചോദ്യം ചെയ്യലുകളിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സ്ഥിരീകരിക്കുന്നത്. അതുമാത്രമല്ല നിർണായകമായിട്ടുള്ള അറസ്റ്റുകളടക്കം വരും ദിവസങ്ങളിലും മണിക്കൂറിലും ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് 2 FIRകളിലും ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടി ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ശരി ശാലിനി, ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ഉച്ചയോടുകൂടിയാണ് കോടതിയിൽ ഹാജരാക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ശാലിനിയാണ് വാർത്ത വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തത്.